രാജസ്ഥാൻ റോയൽസിൻ്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ. 2013 രാജസ്ഥാനിലെത്തിയ സഞ്ജു 11 സീസണുകളിലാണ് റോയൽസിന് വേണ്ടി കളിച്ചത്. 2021 മുതൽ ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനവും സഞ്ജുവിന് സ്വന്തമാണ്. എന്നാൽ 2025 IPL സീസൺ അവസാനിച്ചതു മുതൽ സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമാണ്. അടുത്ത ലേലത്തിന് മുമ്പ് സഞ്ജു ടീം വിടുമെന്നും IPLലെ ചില വമ്പൻ ടീമുകൾക്ക് സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ താല്പര്യമുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ. സഞ്ജുവിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടെങ്കിലും രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് വിടുന്നതാണ് സഞ്ജുവിൻ്റെ കരിയറിന് നല്ലതെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ ഇന്ത്യയുടെ T20 ടീമിൻ്റെ പ്രധാന ഓപ്പണർമാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ. IPLലും അതുകൊണ്ട് തന്നെ ഓപ്പണറായി കളിക്കാനാകും സഞ്ജുവിന് താല്പര്യം. 2025 സീസണിൽ രാജസ്ഥാൻ്റെ ഓപ്പണറായാണ് സഞ്ജു കളിച്ചു തുടങ്ങിയതെങ്കിലും പിന്നീട് വൈഭവ് സൂര്യവംശിയുടെ വരവിന് ശേഷം സഞ്ജു ഓപ്പണിങ്ങിൽ നിന്ന് മാറിയിരുന്നു. അവസാന മത്സരങ്ങളിൽ 3-ാം നമ്പറിലാണ് സഞ്ജു കളിച്ചത്. വരും സീസണുകളിലും വൈഭവ് സൂര്യവംശി, യശസ്വി ജയ്സ്വാൾ ജോഡിയാകും രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രധാന ഓപ്പണർമാർ. സഞ്ജു ടീമിൽ തുടർന്നാലും 3-ാം നമ്പറിൽ കളിക്കാൻ നിർബന്ധിതനാകും. തൻ്റെ ഇഷ്ട റോളായ ഓപ്പണിംഗ് സ്ഥാനത്ത് IPLൽ കളിക്കാനായില്ലെങ്കിൽ ഇന്ത്യൻ ടീമിലെ താരത്തിൻ്റെ ഓപ്പണിംഗ് സ്ഥാനത്തെയും ഇത് ബാധിക്കാനിടയുണ്ട്. ഈ സാഹചര്യത്തിൽ രാജസ്ഥാൻ വിട്ട് ഓപ്പണിംഗ് സ്ഥാനം ലഭിക്കുമെന്നുറപ്പുള്ള മറ്റേതെങ്കിലും ടീമിലേക്ക് മാറുന്നതാണ് സഞ്ജുവിന് നല്ലത്. യുവതാരങ്ങൾക്ക് എല്ലാ കാലത്തും പ്രാധാന്യം നൽകുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ്. റിയാൻ പരാഗിനെ പോലുള്ളവർക്ക് ടീം നൽകുന്ന പിന്തുണ എടുത്തു പറയേണ്ടതാണ്. പരാഗിനെ ടീമിൻ്റെ അടുത്ത നായകനാക്കാൻ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റിന് പദ്ധതിയുണ്ടെന്നാണ് സൂചന. രാജസ്ഥാനിൽ തുടർന്നാലും സഞ്ജുവിന് ടീമിൻ്റെ ക്യാപ്റ്റൻസി നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ക്യാപ്റ്റനെ അന്വേഷിക്കുന്ന ഏതെങ്കിലും ടീമിലേക്ക് മാറുന്നതാകും അതുകൊണ്ട് സഞ്ജുവിന് നല്ലത്. IPL ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും സഞ്ജുവിന് ടീമിലെത്തിക്കാൻ താല്പര്യമുണ്ടെന്ന റിപ്പോർട്ടുകൾ ശക്തമാണ്. ഇതിൽ ചെന്നൈ ടീമിൻ്റെ ഒരു ഒഫീഷ്യൽ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ രണ്ട് ടീമുകൾക്കും ഇന്ത്യൻ ഓപ്പണറെയും ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെയും ആവശ്യമുണ്ട്. നിലവിൽ തനിക്ക് മികച്ച ഡിമാൻഡുള്ള സമയത്ത് രാജസ്ഥാൻ റോയൽസ് വിട്ടാൽ സഞ്ജുവിന് ലേലത്തിലടക്കം അത് ഗുണം ചെയ്യും. IPL ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന തുക ലേലത്തിൽ ഈ മലയാളി താരത്തിന് ലഭിച്ചാലും അത്ഭുതപ്പെടേണ്ടി വരില്ല. IPLൽ ബാറ്ററായും ക്യാപ്റ്റനായും മികച്ച റെക്കോർഡാണ് സഞ്ജു സാംസൺ ഉള്ളത്. ഇതുവരെ 177 മത്സരങ്ങളാണ് IPLൽ അദ്ദേഹം കളിച്ചത്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 30.94 ബാറ്റിംഗ് ശരാശരിയിൽ 4704 റൺസ് സഞ്ജു നേടി. IPLൽ 3 സെഞ്ചുറികളും 26 അർദ്ധ സെഞ്ചുറികളും സഞ്ജു സ്കോർ ചെയ്തിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിൻ്റെ എക്കാലത്തെയും ഉയർന്ന റൺവേട്ടക്കാരൻ കൂടിയാണ് സഞ്ജു. രാജസ്ഥാൻ റോയൽസിനെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ നയിച്ച ക്യാപ്റ്റനും സഞ്ജുവാണ്. 67 മത്സരങ്ങളിൽ റോയൽസ് നായകനായ സഞ്ജു 33 മത്സരങ്ങളിൽ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. 2022 സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് രാജസ്ഥാൻ റോയൽസ് IPL ഫൈനലിലെത്തിയത്. ഇതുവരെ സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. സഞ്ജു സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചില ചിത്രങ്ങളും വിവരങ്ങളും വെച്ചാണ് വിവിധ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരന്നത്. അടുത്ത IPL സീസൺ ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് വരെ ട്രേഡിംഗ് വിൻഡോ ഓപ്പണാണ്. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഞ്ജു രാജസ്ഥാൻ വിടുന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി തന്നെ കാത്തിരിക്കേണ്ടി വരും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.